നമസ്തേ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോ കുറച്ചു മുമ്പ് സുരേഷ് ഗോപി സാറിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ വർക്കിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ വർക്കിന് അല്ലെങ്കിൽ ബൂത്ത് തല വർക്കിൽ നടക്കുന്ന ഒരു വർക്ക് പോരായ്മയോ അതോ ബൂത്ത് തല വർക്കിന് വേണ്ടത്ര ആളുകളെ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആൾക്കാർ കുറവായിരുന്നോ, അങ്ങനെ ഏതോ ഒരു ബൂത്തിലോ പോയിട്ട് ആ ബൂത്ത് തലത്തിൽ പിന്നെ അതിന്റെ സ്ഥാനത്തിന് അർഹതപ്പെട്ട അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോ നമ്മള് ഓരോ ബൂത്തുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓരോ വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ വരുന്ന വർക്ക് ഇലക്ഷനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇലക്ഷന്റെ ഭാഗമായിട്ട് എവിടെയാണോ വർക്ക് കുറവ്, എവിടെയാണോ വർക്ക് കൂടുതൽ, അതെല്ലാം അദ്ദേഹത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. ഒരു നേതാവെന്ന നിലയിലും അണികളെന്ന നിലയിലും അത് അവർ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് എല്ലാ പാർട്ടിയിലും ഉള്ളതാണ്. അല്ലാതെ ഇപ്പൊ പുതിയതായിട്ട് ആരും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സംസാരിക്കാൻ വന്നതല്ല അദ്ദേഹം. അപ്പോ അത് ആ അണികളും നേതാവും തമ്മിൽ വരുന്ന ഒരു സംസാരം, അത് ഏതൊരു ബൂത്തിൽ അദ്ദേഹം വർക്കിന് പോയിട്ട് അവിടെ സംഘടിച്ചു വന്ന ആൾക്കാർ കുറവായിരുന്നു, ഇതുപോലെ ആൾക്കാർ കുറവാണെങ്കിൽ എനിക്ക് ഈ വർക്ക് നിർത്തി പോവേണ്ടി വരും എന്ന് അദ്ദേഹം ഒരു ശാസനയുടെ സ്വരത്തിൽ സംസാരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ശാസനയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് അത് ഒരു കാറിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്. രണ്ട് സ്ത്രീകൾ പുറത്തു നിൽപ്പുണ്ട്. ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോ അത് ശാസനയുടെ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ നട്ടപ്പൊരി വെയിലത്ത് ഒരു സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെടുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനാണ് ഒരു എന്താ പറയാ, എപ്പോഴും നമ്മളെ സിനിമാ നടന്മാരെ പറയുന്നത് അവർ സ്റ്റാറുകളാണെന്നാണ്. സ്റ്റാർ എവിടെയാ ഉണ്ടാവുക? ആകാശത്താ ഉണ്ടാവുക. ആകാശത്ത് നിൽക്കുന്ന സ്റ്റാറുകൾക്ക് അവിടെ നിന്ന് മിന്നിത്തിളങ്ങിയാൽ മതി, ഭൂമിയിലേക്ക് ഇറങ്ങി വരാറില്ല സ്റ്റാറുകൾ ഒരിക്കലും. അങ്ങനെ ആകാശത്ത് മാത്രം മിന്നിത്തിളങ്ങി നിൽക്കുന്ന സ്റ്റാറുകളാണ് നമ്മുടെ ഫിലിം സ്റ്റാറുകൾ. ഇപ്പൊ അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും വലിയ വലിയ സ്റ്റാറുകളാണെങ്കിലും ചെറിയ ചെറിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ സ്റ്റാറുകൾ എന്നാണ് വിളിക്കാറ്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ട് വ്യത്യസ്തനായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരാനും നമ്മളിൽ സാധാരണക്കാരനായിട്ട് പ്രവർത്തിക്കാനും ഏതൊരു സാധാരണക്കാരന്റെ സങ്കടങ്ങൾ കേൾക്കാനും പരമാവധി സഹായിക്കാനും വർഷങ്ങളായിട്ട്, അതിപ്പോ ഇന്നലെ തുടങ്ങിയതല്ല, ഇലക്ഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയതുമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല, ഒരുപാട് കാലങ്ങളായിട്ട് അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നു. ഏതൊരു തരത്തിലും അദ്ദേഹത്തിന്റെ കൈ പതിയാത്തത് അദ്ദേഹത്തിന്റെ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് കൂടിയിട്ട് ആ ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുണ്ട്. ഇത്രയും ചൂട് പിടിച്ച മത്സരത്തിനിടയിൽ, ഇത്രയും ചൂടിന് ഇടയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും AC റൂമിൽ ഇരുന്നിട്ട് സുഖിച്ച് ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. അത്രയും സുഖിച്ച് ജീവിക്കേണ്ട ഒരു മനുഷ്യൻ നമ്മളിൽ ഒരു സാധാരണക്കാരനായിട്ട് ഇറങ്ങി വന്ന് നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി, നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് തന്ന് എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിലെന്തോ കുറവ് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കുറച്ച് ക്ഷുഭിതനായി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരാതിക്കാരനെ പോലെ സംസാരിക്കുന്നു, ഇങ്ങനെ ആള് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്തി പോവും എന്ന് പറഞ്ഞത്, അത് അദ്ദേഹവും ആ അണികളും തമ്മിലുള്ള ഒരു പ്രൈവസിയാണ്, ഒരു പ്രൈവസി ടോക്കാണ്. ആ പ്രൈവസി ടോക്ക് എങ്ങനെ ചോർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഈ പ്രൈവസി അതായത് അദ്ദേഹം ഒരു കാറിൽ ഇരിക്കുന്നു, ആ കാറിൽ ഇരുന്നു കൊണ്ട് പുറത്തു നിൽക്കുന്ന രണ്ടുപേരോട് സംസാരിക്കുമ്പോ ഒന്നുകിൽ ആ പുറത്തു നിൽക്കുന്നതിൽ ആരോ എടുത്ത വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ കാറിനകത്ത് തന്നെ ഇരിക്കുന്ന ഏതോ ഒരു ദേശമോൻ എടുത്ത വീഡിയോ ആയിരിക്കും. അത് ആരാണെങ്കിലും ശരി, അത് പാർട്ടിക്കുള്ളിലുള്ളവനായാലും ശരി പുറത്തുള്ളവനാണെങ്കിലും ശരി, ആ ഒരു പരിപാടി ചെയ്തത് വളരെ മോശമായി പോയിന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ മോശമായി പോയത്. കാരണം ഒരു മനുഷ്യനൊരു പ്രൈവസി ഇല്ലേ? ഒരു മനുഷ്യന്റെ പ്രൈവസിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാലമാണിപ്പോ. അങ്ങനെയുള്ളപ്പോഴ് ഇത്രയും എന്താ പറയാ ചൂട് പിടിച്ച മത്സരം നടക്കുന്നതിനിടയ്ക്ക് ഒരു മനുഷ്യൻ ഒരു പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ, ഒരു ഇലക്ഷൻ വർക്കിന് ഇറങ്ങുമ്പോ അദ്ദേഹത്തിന് നോക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അത് പ്രദർശിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ തരം താഴ്ത്തി കാണിക്കുന്നത് എന്തിനാണ്? അത് എന്ത് ദുഷ്ടലാക്കോട് കൂടിയിട്ടല്ലേ അത് ചെയ്യുന്നത്? ഇപ്പം കുറച്ചു കാലം മുമ്പ് നമ്മളെ മീഡിയാസിൽ തന്നെ കണ്ടതാണ്. ഏതോ ഒരു സഖാവ് പറയുന്നുണ്ട്, കാരണം സുരേഷ് ഗോപിയെ ഇനി തോൽപ്പിക്കാനായിട്ട് ഒരു തരത്തിലും സാധിക്കില്ല. സുരേഷ് ഗോപിയെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം?
അയാൾ അഭിനയിച്ച സിനിമകളിലെ പിന്നെ രംഗങ്ങൾ, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രംഗങ്ങൾ, അയാൾ അഭിനയിച്ച സിനിമകളിലെ സ്ത്രീകളുമായിട്ടുള്ള രംഗങ്ങൾ എടുത്ത് അത് വെച്ചിട്ട് വേണം ഇനി അയാളെ PR വർക്ക് ചെയ്തിട്ട് അയാളെ അധിക്ഷേപിച്ച് തരം താഴ്ത്താൻ എന്നാണ് പറയുന്ന ഒരു വീഡിയോ, ഒരു വോയിസ് സന്ദേശം ഞാൻ കേൾക്കാനിടയായി. അപ്പൊ അത്രയ്ക്കും പ്ലാനിങ് നടക്കുന്നു അങ്ങേരെ തരം താഴ്ത്താനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂടെ നടന്ന് ചതിച്ചത് ആരായിരിക്കും? അത് പാർട്ടി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ കൂടെ കൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപി സാറും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടെ നടക്കുന്നവനും പിന്നെ എന്താ പറയാ ഈ പറയുന്ന പോലെ ഏത് സമയത്തും നമ്മളെ കൊലക്കി കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിലപ്പുറവും സംഭവിക്കും. അപ്പൊ അതൊന്നുകിൽ പാർട്ടിക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറ് തന്നെ ശ്രദ്ധിക്കണം ഇതേപോലുള്ള സംഗതികള് ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട്. ഇപ്പൊ ഇത് പറഞ്ഞത് ഇപ്പൊ ഇത്ര വലിയ അപരാധമൊന്നുമല്ല. കാരണം ഏതോ ഒരു പത്രസമ്മേളനത്തിന് സതീശൻ വരാത്തപ്പോ നമ്മുടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് നമ്മുടെ സുധാകർജി. അപ്പൊ ആ സുധാകരൻ പറഞ്ഞ വാക്ക് മയിലേ കുയിലേ എന്നൊക്കെ വിളിച്ചത് സ്വന്തം കൂടെ പ്രവർത്തിക്കുന്നവനെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഇരിക്കുന്ന, ആ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മുടെ സുധാകരൻജി വിളിച്ചത് പിന്നെ എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് മീഡിയ ഒപ്പിയെടുത്തതാണ്. അതുപോലെ തെറിയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മുടെ സുരേഷ് ഗോപി സാറ് തെറിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഒരു പരാതി കുറച്ച് ക്ഷുഭിതനായി സംസാരിച്ചു. കാരണം അത് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അലഞ്ഞു നടക്കുന്നവനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഊണും ഉറക്കവും കളഞ്ഞ് സ്വസ്ഥതയും കളഞ്ഞ് റെസ്റ്റും എടുക്കാതെ 24 മണിക്കൂറും ഈ നട്ടപ്പൊരി വെയിലത്ത് ഈ ചൂടില്, അതായത് നാട്ടിലെ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 39-40 ഡിഗ്രി ചൂടാണ്. ഈ ചൂടിൽ നടക്കുന്ന ആ ഒരു മനുഷ്യന്റെ അവസ്ഥ, അദ്ദേഹത്തിന്റെ ഒരു ഗതികേട്, ഒരു നേരം ഒരു റെസ്റ്റ് ഇല്ല. അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ എവിടെയോ കുറച്ച് ആൾക്കാർ കുറഞ്ഞു പോയെങ്കിൽ അത് പറയാനുള്ള, ചൂണ്ടിക്കാണിക്കാനുള്ള, ആ കുറവ് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതേ ചെയ്തുള്ളൂ. അപ്പൊ അതാരോ കൂടെ നടന്നിട്ട് വീഡിയോ എടുത്തിട്ട് അത് മീഡിയാസിന് കൊടുത്തിട്ട് മീഡിയാസ് പറയുന്നു, അതാ സുരേഷ് ഗോപി തുമ്മിയത് ശരിയായില്ല. സുരേഷ് ഗോപി ഇങ്ങനെ ആയിരുന്നില്ല തുമ്മേണ്ടത്. വലതുവശം ചെരിഞ്ഞു തുമ്മണമായിരുന്നു എന്ന് ഒരു കൂട്ടർ പറയുമ്പോ ഇടതുവശം ചെരിഞ്ഞു തുമ്മണമായിരുന്നു വേറൊരു കൂട്ടർ പറയുന്നു. അല്ല, നടുവിലോട്ട് തല കുരിച്ച് തുമ്മണമായിരുന്നു എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അപ്പൊ അതൊന്നും ഒരു മനുഷ്യന്റെ പ്രൈവസിയാണ്. അതൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് ആഘോഷിക്കുന്നത്, ഇതൊക്കെ ഒരു തരം എന്തൊരു പടി ചെറ്റത്തരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അത്രേ അതിന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അടുത്തിടെ ഞാനൊരു വീഡിയോ കാണാനിടയായി, അദ്ദേഹം ഇലയിൽ ഭക്ഷണം വിളമ്പിയിട്ട് അത് കഴിക്കാനിരിക്കുകയാണ്. എത്രയോ ഒരു മനുഷ്യൻ വിശപ്പുണ്ടാവുമ്പോഴല്ലേ ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ആ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം അവിടെ പോലും ഒരു പ്രൈവസി കൊടുക്കാതെ, സ്വൈരം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ വായിലോട്ടാണ് പിന്നെ ഈ മൈക്ക് കുത്തിക്കയറ്റുന്നത്. എന്നിട്ടാണ് ചോദിക്കുന്നത്, അന്താരാഷ്ട്ര ഡിസ്കഷനാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന ചാനൽ അലവലാദികൾ മുഴുവനും കൊണ്ടുപോയിട്ട് അണ്ണാക്കിലോട്ട് മൈക്കും കുത്തിക്കയറ്റിയിട്ട്, ഇതിനൊക്കെ പിണറായി വിജയനാണ് ബെസ്റ്റ്. ഈ മൈക്കും കൊണ്ട് ഈ അണ്ണാക്കിലോട്ട് വരുമ്പോൾ അവരെ നിലക്കി നിർത്തേണ്ടത് ഈ ചാനൽ, ഈ പറയുന്ന ചാനലുകളൊക്കെ ഈ പീറകളെ മുഴുവനും വല്ലാതെ കിടന്നിട്ട് ഞെളിയുന്നുണ്ടല്ലോ. എന്തു പറഞ്ഞിട്ട്? ഈ പറയുന്ന സുരേഷ് ഗോപിയെ കളിയാക്കാനും മറ്റുള്ളവരെ കളിയാക്കാനൊക്കെ ഇവർ വല്ലാണ്ട് കിടന്ന് വാദിക്കുന്നുണ്ടല്ലോ. ഈ രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയിട്ട് ഒരക്ഷരം തികച്ചു ചോദിക്കാനായിട്ട് ഇവന്മാർക്ക് നട്ടലുണ്ടോ? നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി, നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് 4, 3, 7 വാക്ക് തികച്ചു ചോദിക്കാൻ നട്ടല്ലില്ലാത്ത മീഡിയാസ് ആണ്. ആ മീഡിയാസ് ആണ് ഇവിടെ കിടന്നിട്ട് സുരേഷ് ഗോപിയെ കിടന്നിട്ട് കളിയാക്കാൻ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇവന്റെയൊക്കെ നിലവാരം എത്രയാണെന്ന് മനസ്സിലാക്കി തരുന്ന അവസ്ഥയേ ഉള്ളൂ. ഇതിനൊക്കെ അങ്ങനെയുള്ള വിലയിൽ കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിന് ഒരു പ്രൈവസി ഉണ്ട്. അദ്ദേഹത്തിന് പിന്നെ എന്താ പറയാ, ഭക്ഷണം കഴിക്കാനായാലും സംസാരിക്കാനായാലും അണികളോട് സംസാരിക്കാനായാലും എല്ലാത്തിനും അദ്ദേഹത്തിന്റെ പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയിൽ കടന്നു കയറി അവിടെ കൊണ്ടുപോയിട്ട് വീഡിയോ എടുത്ത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? അതൊരു മര്യാദയില്ലേ ചെയ്യുന്നതിന്? എന്നിട്ട് ആ വീഡിയോ ആഘോഷിക്കാനായിട്ട് കുറെ പടുവിഡ്ഢികള്. അതൊരു വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതൊരു അണികളും അദ്ദേഹവും തമ്മിൽ നടന്ന ഒരു സംസാരം. അതെടുത്തു കൊണ്ടുപോയിട്ട് അപ്പൊ അതും വിറ്റ് കാശാക്കുന്ന ഒരു സ്വഭാവം മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിന് പറയുന്ന എക്സ്ക്യൂസ് എന്താണെന്നറിയോ? ഞാൻ മുഖമറിയാതെ കാര്യങ്ങൾ പറയുന്നു. അത് നമ്മളുടെ എന്താ പറയാ, ഇപ്പം ഞാനത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മറുനാടൻ ടിവിയിലും കണ്ടു. അത് മറുനാടൻ ഷാജനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള ഒരു പരിപാടി ചെയ്യുന്നത് വളരെ വൃത്തികെട്ട ഏർപ്പാടായി പോയി. മറ്റുള്ള മീഡിയാസിനെ ഞാൻ കണക്കി കൂട്ടിയിട്ടില്ല. പക്ഷേ മറുനാടൻ സാർ വരെ അതിനെ ട്രോളുന്ന രീതിയിൽ, ഈ ഷാജൻ സാർ വരെ അതിനെ ട്രോളുന്ന രീതിയിലാണ് ചെയ്തത്. അത് വളരെ മോശമായി പോയി. കാരണം അതൊരാളുടെ പ്രൈവസി ടോക്കാണ്. അത് ഒഴിവാക്കാമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം സത്യസന്ധനാണ്, എല്ലാ കാര്യങ്ങളും നേർക്കുനേരെ പറയുന്ന ആളാണ്. പക്ഷെ സുരേഷ് ഗോപി സാർ തെറിയെന്നല്ല പറയുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ ട്രോളാനായിട്ട്
എന്നിട്ട് അത് സിനിമയിലെ ഡയലോഗും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അത് ഒരു ട്രോൾ ആക്കിയിട്ട് ഇടുമ്പോ അതൊരു തരം താഴ്ന്ന ഏർപ്പാടായി പോയി. എല്ലാത്തിലും ബിസിനസ് കാണല്ലേ ഷാജൻ സാറേ? അത് വളരെ കഷ്ടമാണ്. കാരണം സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി ഇത്രയും കാലം ഈ പറയുന്ന പാർട്ടിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരിക്കലും ഒരു പൊളിട്രിക്സ് കളിച്ച ആളല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഒരിക്കലും ഒരു പൊളിട്രിക്സ് കളിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 9 രൂപയും പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ സുരേഷ് ഗോപിക്ക് പാർട്ടി മറന്നിട്ട്, മറുനാടൻ ഷാജൻ ആയാലും ശരി, പാർട്ടി മറന്നിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. അദ്ദേഹത്തെ തരം താഴ്ത്തിയിട്ട് ഒരു 10 വോട്ട് കുറയണമെങ്കിൽ കുറയട്ടെ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഉപകരിക്കുള്ളൂ നിങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർ എപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലാക്കും. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി ഭാഗ്യം ഈ കൂടെ നടക്കുന്ന ആൾക്കാർ മുഴുവനും അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ ഫോണും വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഒരു മനുഷ്യന് 1ഉം 2ഉം സാധിക്കണ്ടേ? അപ്പൊ സുരേഷ് ഗോപി ഇനിയിപ്പോ 1ഉം 2ഉം സാധിക്കാനായിട്ട് പോകുമ്പോ ടോയ്ലറ്റിൽ പോകുമ്പോ കൂടെ പോയി അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് ആ വീഡിയോയിൽ പോയതിന്റെ കളർ എന്താണോ നോക്കിയിട്ട്, അല്ല സുരേഷ് ഗോപി പോയത് ഇങ്ങനെയല്ല ടോയ്ലറ്റിൽ പോകേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല സുരേഷ് ഗോപി ടോയ്ലറ്റിൽ പോയാൽ പിന്നെ 1ഉം 2ഉം സാധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതും ചർച്ച നടത്തുന്ന ഏംബോക്കികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത്രയും തരം താഴ്ന്ന ഏംബോക്കികളാണ് ഈ ചാനൽ ഏംബോക്കികൾ. ഈ ചാനൽ ഏംബോക്കികൾക്ക് നട്ടലുണ്ടെന്നുണ്ടെങ്കിൽ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് പോയിട്ട് 4 വർത്തമാനം പറയട്ടെ. അപ്പൊ വിവരം അറിയും, അപ്പോ വിവരം മനസ്സിലാവും. അക്കാര്യത്തില് പിന്നെ മുഖ്യമന്ത്രി പിണറായിയാണ് ബെസ്റ്റ് ഇവർക്കൊക്കെ ശരിക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ജാതി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇക്കണ്ട കാലം പൊളിറ്റിക്സിൽ കിടന്ന് കളിച്ച് കട്ടും മുടിച്ചും പിന്നെ സമ്പാദിച്ചും അദ്ദേഹത്തിന്റെ കുടുംബം നന്നാക്കിയ ആളല്ല. അങ്ങനെയുള്ള കുടുംബം നന്നാക്കിയ ഈ പറയുന്ന കരുവന്നൂർ തട്ടിപ്പടക്കം കുടുംബം നന്നാക്കിയ ആൾക്കാരൊക്കെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഈ സുനിൽകുമാറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ സുനിൽകുമാർ ആരായിരുന്നു, ഇതുവരെ എന്താണ് കാണിച്ചു കൂട്ടിയത്? അപ്പൊ അതിൽ കോൺസെൻട്രേഷൻ ഒന്നും ആർക്കും ഇല്ല. സുരേഷ് ഗോപിയാണ് ഇപ്പൊ ഏറ്റവും വലിയ സംഗതി. സുരേഷ് ഗോപി ഇടിച്ചു താഴ്ത്തണം, അദ്ദേഹത്തിന്റെ റേഞ്ച് കുറയ്ക്കണം. നിങ്ങൾ എല്ലാവരും അങ്ങേരെ കളിയാക്കിയിട്ട് നിങ്ങൾ ഓരോ വിരലും സുരേഷ് ഗോപിയുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരലും നിങ്ങളുടെ നേരെ തന്നെയാണ് ചൂണ്ടുന്നതെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞാൽ മതി. അദ്ദേഹം ഒരു മനുഷ്യനാണ്. പല അവസ്ഥകളിലും പല സിറ്റുവേഷൻസിലും അദ്ദേഹത്തിന് പലതരത്തിലും പെരുമാറേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അത് മുഴുവൻ ഇങ്ങനെ ആഘോഷമാക്കി മാറ്റിയിട്ട് കൊണ്ടു നടക്കുന്നത് വളരെ മ്ലേച്ഛമായ ഏർപ്പാടാണ്. ഗതികെട്ടവന്റെ ഗതികേടാണിത്. ഗതികെട്ടവന്റെ നാണക്കേടാണ് ഇതൊക്കെ. ചാനൽസിന് തന്നെ നാണക്കേടാണ്. ഒരാളുടെ പ്രൈവസി എടുത്തിട്ട് അയാൾ പറഞ്ഞ വർത്തമാനം എടുത്തിട്ട് ഇങ്ങനെ പറയാനായിട്ട് എന്താ ബാക്കിയുള്ളവരാരും പറയുന്നില്ല? നിങ്ങൾ ആ സുനിലിന്റെ കൂടെ നടന്ന് കാണിക്കേ, അല്ലെങ്കിൽ മുരളിയുടെ കൂടെ ആൾക്കാരുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ കാണിക്കേ. അപ്പൊ ഇത് മുഴുവനും ഒരു മനുഷ്യനെ പരമാവധി നാണം കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏർപ്പാടാണ്. ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം തൃശ്ശൂർ ജയിക്കും. അദ്ദേഹം വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് നല്ല ഉറപ്പുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെ സംഭവിക്കും. ആ വിശ്വാസം തന്നെ നടക്കും. ആ ഉറപ്പിൽ തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂർക്കാര്. ഇപ്രാവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ സുരേഷ് ഗോപി സാറാണ്. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ കരിവാരി തേക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ ഓരോ വോട്ടും, തൃശ്ശൂർക്കാരുടെ ഓരോ വോട്ടും സുരേഷ് ഗോപി സാറിനുള്ളതാണ്. സുരേഷ് ഗോപി സാറ് ജയിക്കും 100%. എന്നും ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പമാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ അദ്ദേഹത്തിനൊപ്പമാണ്. ബാക്കി ആരെവിടെ കിടന്ന് എന്തു പറഞ്ഞാലും ഈ പറയുന്ന ചന്ദ്രനെ നോക്കിയിട്ട് പിന്നെ നായ്ക്കൾ ഓരിയിടാറുണ്ട്, കുരയ്ക്കാറുണ്ട്. ആന നടന്നു പോകുമ്പോൾ കുറെ നായ്ക്കൾ കിടന്നിട്ട് പിന്നാലെ നടന്നിട്ട് കുരയ്ക്കാറുണ്ട്. അതൊന്നും ആനയെ ബാധിക്കാറുമില്ല, ചന്ദ്രനെയും ബാധിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സുരേഷ് ഗോപി സാറാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം ജയിച്ചു വരും. അദ്ദേഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട്, ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. നിങ്ങള് എംബോക്കികൾ, ചാവാലി പട്ടികൾ പിന്നാലെ നടന്ന് കുരയ്ക്കത്തേ ഉള്ളൂ. കഴുതക്കാമം കരഞ്ഞു തീർക്ക്. ചാനൽ മാപ്രകളെ ഏതെവിടെയും 1ഉം 2ഉം സാധിക്കാൻ പോകുമ്പോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ കുടലും വെച്ചോണ്ട് നിങ്ങൾ ഊതിക്കൊണ്ട് പുറകെ നടക്കുന്നത് നിങ്ങളുടെ കഴുതക്കാമം നിങ്ങൾ കരഞ്ഞു തീർക്കത്തേ ഉള്ളൂ. അതിനല്ലാണ്ട് വേറെ ഗതിയില്ല. കഴുതകൾക്കല്ലാണ്ട് വേറെ ഗതിയില്ല എന്നൊക്കെയാ പഴമൊഴി പറയുന്നത്. ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും നന്ദി. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് സുരേഷ് ഗോപി സാറിനെ വിജയിപ്പിക്കണം. അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണം. എന്റെ എല്ലാ പ്രാർത്ഥനയും അദ്ദേഹത്തിന് വേണ്ടി. ജയ് ഹിന്ദ്.